ഇന്നത്തെ റെസിപ്പിയാണ് ചൂട് പൊറോട്ടയും ചില്ലി ചിക്കനും വെജ് കുറുമയും. നമ്മൾ ചിക്കൻ എടുക്കുക, അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പെരക്കി വെക്കുക. വേണ്ട കൂട്ടുകൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ക്യാപ്സിക്കോന്, മല്ലിച്ചപ്പ്, കറിവേപ്പില. ഈ ചൂടായിലേക്ക് ചിക്കൻ ഇട്ട് പൊരിക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തു. അതായത് നമ്മൾ ഈ പാത്രം വെച്ച് അതിൽ ആ പൊരിച്ച നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് നല്ലോണം വഴറ്റുക. അതിന് ശേഷം നമുക്ക് ഉള്ളിയിട്ട് ഉപ്പിട്ട് വാറ്റുക. പിന്നെ നമുക്ക് തക്കാളി ഇടാം. തക്കാളി നല്ലോണം വഴന്നതിന് ശേഷം ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ് ഒഴിച്ച് നല്ലോണം വാറ്റുക. ഇതിലേക്ക് ക്യാപ്സിക്കോൺ ഇട്ട് നല്ലോണം വഴറ്റുക. ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് വഴറ്റുക. അതായി ഇതിലേക്ക് ചിക്കൻ ഇട്ട് നല്ലോണം വഴറ്റുക. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വെക്കുക. ചപ്പിട്ട് ഗാർണിഷ് ചെയ്യുക. പൊറോട്ടയ്ക്ക് മുമ്പിട്ടേ കുഴച്ച്, അതാണ് പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ലേനും. പൊറോട്ടയ്ക്ക് വേണ്ടത് മൈദ, ഓയിൽ, 2 മുട്ട, ഉപ്പ്, പഞ്ചസാര, പാലൊഴിച്ച് നല്ലോണം കുഴച്ച് വെച്ചിട്ട് ഇതേപോലെ ഉണ്ടയാക്കി വെക്കുക. പരത്തി വീശി ചുറ്റി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ഇത് പരത്തിയിട്ട് ചുടണം. നമുക്ക് പൊറോട്ട ചുട്ടെടുക്കുക, അടിക്കുക. പൊറോട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുക്കർ വെക്കുക, അതിൽ നെയ്യ് ഒഴിക്കുക, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് വഴറ്റുക. ആ വാട്ടിയിലേക്ക് പച്ചക്കറികളിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഒരു 5 വിസിലടിക്കുക. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടും. ഇതിലേക്ക് മല്ലിയില ഇടാം. എന്നിട്ട് ഇതൊന്ന് പതച്ചാൽ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടുക.